ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകുന്ന നമ്മുടെ PVR കോട്ടക് ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചാണ്. ഇപ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഇത് ആക്ച്വലി ഒരു എൻട്രി ലെവൽ കാർഡാണ്. നമുക്കറിയിക്കാം, പേര് കേൾക്കുമ്പോൾ തന്നെ അറിയിക്കാം അത് കോർപ്പറേറ്റ് ക്രെഡിറ്റ് കാർഡാണ്. നമ്മുടെ PVR സിനിമാസും അതുപോലെ തന്നെ കോട്ടക്കും കൂടിയിട്ടുള്ള ഒരു ടൈപ്പ് ക്രെഡിറ്റ് കാർഡാണ്. നിങ്ങളൊരു PVR അല്ലെങ്കിൽ ഐനോക്സ് എന്നൊക്കെ സിനിമ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ക്രെഡിറ്റ് കാർഡ് എന്ന് വേണമെങ്കിൽ പറയാമെന്ന് വെച്ചാൽ നമുക്ക് ഇതിന് കൂടെ ടിക്കറ്റ്സ്, മൂവി ടിക്കറ്റ്സ് സംഭവങ്ങളൊക്കെ ഫ്രീ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇത് അവരുടെ എൻട്രി ലെവൽ കാർഡാണ്. നമുക്ക് ജോയിൻ ഫീസ് ഇല്ല, ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇല്ലാണ്. അതുപോലെ തന്നെ റിന്യൂവൽ ഫീ വരുന്നത് 90 പ്ലസ് GST ആണ്. എന്താ വെച്ചാൽ ഈ കാർഡ് ഇപ്പോൾ ബാങ്കായിട്ട് അപ്രൂവ് ആവുന്നുണ്ട്. എന്താ വെച്ചാൽ ഇതിന്റെ ഒരു പ്രൊമോഷൻ സംഭവങ്ങളൊക്കെ നമ്മുടെ ബാങ്കിന്റെ സൈഡ് നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ബാങ്കായിട്ട് അപ്രൂവ് ആവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു കോട്ടക്കിന്റെ കാർഡ് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ കാർഡ് എന്ന് വേണമെങ്കിൽ പറയാം തൽക്കാലത്തേക്ക്. പിന്നെ നിങ്ങൾക്കറിയാം, ബെസ്റ്റ് സ്യൂട്ടഡ് ഫോർ മൂവീസ് ആണ്. റിവാർഡ് വരുന്നത് റിവാർഡ് ടൈപ്പ് ആണ്, വരുന്നത് റിവാർഡ് പോയിന്റ്സ് ആണ്. വെൽക്കം ബെനിഫിറ്റും കാര്യമായിട്ട് സംഭവങ്ങളൊന്നുമില്ല. മൂവി ഡൈനിങ്ങിന്റെ സംഭവം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഗെറ്റ് 2 ഫ്രീ PVR മൂവി ടിക്കറ്റ് വർത്ത് ₹400 ഈച്ച് ഓൺ സ്പെൻഡിങ്. 15,000 രൂപ നമ്മൾ എല്ലാ മാസവും സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 2 മൂവി ടിക്കറ്റ്സ് ഫ്രീ വരുന്നുണ്ട് കേട്ടോ. നമുക്ക് നമ്മുടെ എന്താ പറയുക, നമുക്ക് നമ്മുടെ റിവാർഡ് പോയിന്റ്സ് വേണമെങ്കിൽ നമുക്ക് മൂവി ടിക്കറ്റ് ആയിട്ട് വേണമെങ്കിൽ റിഡീം ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ ട്രാവൽ ആൻഡ് ഗോൾഫ് ബെനിഫിറ്റ്, അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ലോഞ്ചസ് സംഭവമൊന്നും ഇല്ല, അത് വേറെ കാര്യം. പിന്നെ ഇൻഷുറൻസ് ബെനിഫിറ്റും നമുക്ക് ഇതിനോട് കിട്ടുന്നില്ല കേട്ടോ. സീറോ ലയബിലിറ്റി പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. നമുക്ക് 50,000 രൂപ നമുക്ക് സീറോ ലയബിലിറ്റി ഇൻഷുറൻസ് പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. പിന്നെ ഫീസും കാര്യം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സ്പെൻഡ് ബേസ് വേ ഓഫ് ആ പരിപാടി ഇതിലില്ല. അതൊരു പോർ പരിപാടിയാണ്. അത് കുറെ കാർഡ് പെടുത്തി കളഞ്ഞിട്ടുണ്ട്. അതൊരു നെഗറ്റീവ് തന്നെയാണ് വേണമെങ്കിൽ പറയാം. വെച്ചാൽ നമുക്ക് ഇത്ര സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ആനുവൽ ഫീ വേ ഓഫ് എന്ന് പറയുമ്പോൾ അതൊരു നല്ല കാര്യമായിരുന്നു. പക്ഷെ ഇപ്പൊ കുറെ കാർഡുകൾ, ഇപ്പൊ ഈ കോട്ടക്ക് മാത്രമല്ല കുറെ കാർഡുകൾ ഇപ്പൊ ആ സംഭവം എടുത്ത് കളഞ്ഞു തുടങ്ങി വരുന്നുണ്ട് കേട്ടോ. അപ്പൊ പിന്നെ വരുന്ന നമുക്ക് റിവാർഡ് റിഡംപ്ഷൻ ഫീസ് സംഭവം എക്സ്ട്രാ ഒന്നും ഇല്ല. അതുപോലെ തന്നെ ഫോറിൻ കറൻസി മാർക്കറ്റ് ചാർജ് വന്നത് 3% ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് 3% തന്നെയാണ്. ഫ്യൂൽ സർചാർജ് വരുന്നത് 1% ആണ്. നിങ്ങൾക്ക് അറിയിക്കുന്നത് ക്യാഷ് അഡ്വാൻസ് ചാർജ് വരുന്നത് 300 രൂപയാണ്. അതായത് ATM ഉപയോഗിക്കുകയാണെങ്കിൽ. ആഡ് ഓൺ കാർഡിന് ചാർജ് ഉണ്ട്, 290 രൂപ വരുന്നുണ്ട്. പിന്നെ ഓവറോൾ ഒരു പ്രൊഡക്റ്റ് ഒരു എന്താ പറയുക, നമ്മുടെ ഇതിന്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ മന്ത്ലി 10,000 സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഒരു ടിക്കറ്റും, 15,000 സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 2 ടിക്കറ്റ് ഫ്രീ ഇടുന്നുണ്ട്. ജോയിനിങ് ഫീസ് ഇല്ല, അത് നല്ല കാര്യം തന്നെയാണ്. നമുക്ക് പിന്നെ PVR എന്ന് വാങ്ങിക്കുന്ന ഫുഡ് ആൻഡ് ബീവറേജസിന് നമുക്ക് 15% ഡിസ്കൗണ്ട് വരുന്നുണ്ട്, ക്യാഷ് ബാക്ക് വരുന്നുണ്ട്. പിന്നെ 5% ക്യാഷ് ബാക്ക് ഓൺ മൂവി ടിക്കറ്റ് അറ്റ് PVR ബോക്സ് ഓഫീസ്. അത് മെയിൻ കാര്യമാണ്, ഞാൻ ആദ്യം എടുത്ത് പറയാൻ മറന്നുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് നമ്മുടെ PVR കോട്ടക്കിന്റെ ഒരു ഡീറ്റെയിൽസും സംഭവങ്ങളൊക്കെ. അത്യാവശ്യം സുഖമായിട്ട് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. മിനിമം ഏജ് ലിമിറ്റ് വരുന്നത് 21 ആണ്, 21 എബോ. അതുപോലെ തന്നെ സെൽഫ് എംപ്ലോയ്ഡ് ആയിക്കോട്ടെ, സാലറി ആയിക്കോട്ടെ അപ്ലൈ ചെയ്യാം. റെക്കമെൻഡ് ആയിട്ടുള്ള സിബിൽ സ്കോർ എന്ന് പറഞ്ഞാൽ 750 തന്നെയാണ്. അതിന്റെ താഴെയാണെങ്കിലും അപ്ലൈ ചെയ്യാൻ ചെയ്യാട്ടോ. പക്ഷെ നിങ്ങൾക്ക് ചിലപ്പോൾ പ്രൂഫ് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സെറ്റപ്പിന്റെ റെഫറൽ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതുകൂടെ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും വിത്തൗട്ട് ഇൻകം പ്രൂഫ് കേട്ടോ, മറക്കണ്ട. പിന്നെ അത്യാവശ്യം നമ്മുടെ ക്രെഡിറ്റ് ഹിസ്റ്ററിയിൽ എന്താ പറയുക, ഡ്യൂവും സംഭവമൊന്നും പാടില്ല കേട്ടോ. അങ്ങനെ നിങ്ങൾക്ക് ഒറ്റ കാർഡും കിട്ടില്ല, ഇത് മാത്രമല്ല ഒറ്റ കാർഡും കിട്ടാൻ ചാൻസ് ഭയങ്കര കുറവാണ്. പിന്നെ ഡോക്യുമെന്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നോർമലി പാൻ കാർഡ്, ആധാർ കാർഡ് മാത്രം മതി. നമുക്ക് അതിൽ മെയിൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് വെച്ചാൽ നമ്മുടെ ആധാർ കാർഡിൽ നമ്മുടെ മൊബൈൽ നമ്പർ ലിങ്കഡ് ആയിരിക്കും കേട്ടോ. എന്നാലും കാരണം നമുക്ക് അതിൽ അതുകൂടെ വെരിഫിക്കേഷൻ സംഭവങ്ങളൊക്കെ ഉണ്ട്. OTP വന്നില്ലെങ്കിൽ പിന്നെ നടക്കില്ല, നിങ്ങൾക്ക് ഓൺലൈൻ പിന്നെ ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഇതാണ് നമ്മുടെ കോട്ടക്കിന്റെ PVR കാർഡ് അപ്ലൈ ചെയ്യാനുള്ള സംഭവം. അതുപോലെ തന്നെ അതിന്റെ ഡീറ്റെയിൽസും സംഭവങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അപ്ലൈ ചെയ്യുന്ന താല്പര്യർക്ക് താഴെ ലിങ്ക് കൊടുത്തിട്ടാ. പിന്നെ നമ്മുടെ 2 ചാനലുകൾ പോയി കണ്ടുവെക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചാനൽ നമ്മൾ തുടങ്ങിയിട്ടുണ്ടാവും, GHH വേൾഡുമായിട്ട്. നിങ്ങൾ അതിൽ ഫൈനാൻഷ്യൽ ന്യൂസ്, മൂവി ന്യൂസ്, ടെക് ന്യൂസ് സംഭവങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഹെൽപ്ഫുൾ ആയിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കണ്ട. ഫ്രണ്ട്സിലേക്ക് നമ്മൾ ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. അടുത്ത കാണാം. ബൈ.